ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ദിനാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി അനുസ്മരണ നാണയവും അദ്ദേഹം പുറത്തിറക്കി. കോവിഡുമായി ബന്ധപ്പെട്ട പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് 1.46% കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 94%. നിവാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ചെന്നൈയിലും പരിസര പ്രദേശത്തും ശക്തമായ മഴ. കേരളത്തിൽ ഇന്ന് 6491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5770 പേർക്ക് രോഗമുക്തി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റിയും ഗോവയും തമ്മിൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ദിന ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ശതാബ്ദി അനുസ്മരണ നാണയവും അദ്ദേഹം പുറത്തിറക്കി. ഇന്ത്യൻ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും പ്രത്യേക കവറും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനും ഇന്ത്യൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി 1920 സ്ഥാപിതമായതാണ് ലക്നൌ സർവകലാശാല. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക എന്നതാണ് ജനപ്രതിനിധികളുടെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ഗുജറാത്തിലെ കേവാഡിയയിൽ നടക്കുന്ന 80ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകമൊട്ടാകെയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു യോഗം നടക്കുന്നതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. നിയമനിർമ്മാണ സഭയും ഭരണനിർവഹണവും നീതിന്യായവും യോജിപ്പോടെ പ്രവർത്തിക്കുന്നതാണ് ശക്തമായ ജനാധിപത്യത്തിലേക്കുള്ള മാർഗ്ഗമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു. നാളെ 71ാമത് ഭരണഘടനാ ദിനം. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. പൌരന്മാർക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് 2015 മുതലാണ് രാഷ്ട്രം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത്. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കണ്ടെയ്ൻമെന്റ്, നിരീക്ഷണം, മുൻകരുതൽ എന്നിവ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഡിസംബർ 1 മുതൽ 31 വരെയാണ് രാജ്യത്ത് ബാധകമാവുക. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ, മുനിസിപ്പൽ അധികാരികൾ, പോലീസ് എന്നിവർ ഉറപ്പാക്കണമെന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രദേശങ്ങൾ വരെ കൃത്യമായി വേർതിരിച്ച് നിരീക്ഷിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പുവരുത്തണം. ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഈ പ്രദേശങ്ങളിൽ പാലിക്കണം. അത്യാവശ്യ സേവനങ്ങൾ മാത്രമാകും അനുവദിക്കുക. ചുമതലപ്പെടുത്തിയ അംഗങ്ങൾ വീടുകൾ തോറും കർശനമായ നിരീക്ഷണം നടത്തണം. ചട്ടപ്രകാരമുള്ള കോവിഡ് പരിശോധനകളും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തണം. കോവിഡ് സ്ഥിരീകരിച്ചവരുമായി കഴിഞ്ഞ 14 ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണമെന്നും പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 1.46% കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 93.72%. 86,42,000-ലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,376 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 481 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,34,000 പിന്നിട്ടു. 4,44,000-ഓളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കേരളത്തിൽ ഇന്ന് 6,491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 5,770 പേർ ഇന്ന് രോഗമുക്തരായി. 5,669 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 663 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് 833, എറണാകുളം 774, മലപ്പുറം 664, തൃശൂർ 652, ആലപ്പുഴ 546, കൊല്ലം 539, പാലക്കാട് 463, തിരുവനന്തപുരം 461, കോട്ടയം 450, പത്തനംതിട്ട 287, കണ്ണൂർ 242, വയനാട് 239, ഇടുക്കി 238, കാസർഗോഡ് 103 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ കോവിഡ്-19 ബാധിച്ച് മരണമടയുന്ന ആളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു.
പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തുവച്ചും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം കാണാവുന്നതാണ്. മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ പോലീസ് നടപടി കൈക്കൊള്ളാൻ അനുവദിക്കുന്ന ഓർഡിനൻസ് റദ്ദാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ഇതിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സർക്കാർ അപേക്ഷ നൽകി. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ചെന്നൈയിലും പരിസര പ്രദേശത്തും ശക്തമായ മഴ തുടരുകയാണ്. ചെന്നൈ നഗരത്തിലും തമിഴ്നാട്ടിലെ വടക്കൻ മേഖലയിലെ തീരപ്രദേശങ്ങളിലും കനത്ത മഴയും മണിക്കൂറിൽ 120 മുതൽ 130 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 13 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടല്ലൂരിലും ചെന്നൈയിലും ഉൾപ്പെടെ 19 ടീം ദുരന്ത പ്രതികരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പൊതുഗതാഗത സംവിധാനം നിർത്തിവച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു. നിവാർ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി കരയിലേക്ക് വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ ആന്ധ്രാപ്രദേശിലെ ശ്രീപോറ്റി, ശ്രീരാമലു, നെല്ലൂർ ജില്ലയിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ബീഹാർ നിയമസഭാ സ്പീക്കറായി വിജയകുമാർ സിൻഹ തിരഞ്ഞെടുക്കപ്പെട്ടു. 4 തവണയായി ഷെയ്ഖ്പുര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം മുൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രിമാരായ തർകിഷോർ പ്രസാദ്, രേണുദേവി എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഞായറാഴ്ച രാവിലെ 11-ന് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കും. മൻ കി ബാത്തിന്റെ 71ാം പതിപ്പാണ് ഇത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. www.newsonair.com എന്ന വെബ്സൈറ്റിലൂടെയും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും പരിപാടി കേൾക്കാം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പുതിയ സ്വതന്ത്ര അധ്യക്ഷനായി ഗ്രെഗ് ബാർക്ലേയെ തെരഞ്ഞെടുത്തു. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻ ഖവാജയെയാണ് ന്യൂസിലന്റ് ക്രിക്കറ്റ് ടീം തലവനായ ബാർക്ലേ മറികടന്നത്. ജൂലൈയിൽ പദവി ഒഴിഞ്ഞ ശശാങ്ക് മനോഹറിന് ശേഷം ഇടക്കാല അധ്യക്ഷനായി ചുമതല വഹിച്ചത് ഇമ്രാൻ ഖവാജ ആയിരുന്നു. ഗുരുനാനക് ദേവിന്റെ ജീവിതവും ആശയങ്ങളും ആസ്പദമാക്കി എഴുത്തുകാരൻ കൃപാൽ സിംഗ് രചിച്ച പുസ്തകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി ഗോവ FCയെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ജംഷഡ്പൂരിനെ തോൽപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനമായി ആചരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും തടയുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നവംബർ 25 സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനമായി ആചരിക്കുന്നു. ലോകത്ത് 4,15,00,000-ലധികം പേർ കോവിഡ് രോഗമുക്തരായി. കോവിഡ് ബാധിതരുടെ എണ്ണം 6 കോടി പിന്നിട്ടു. 14,14,868 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,60,000 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ICMR അറിയിച്ചു. ഇതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 13,49,00,000 പിന്നിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ദിനാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി അനുസ്മരണ നാണയവും അദ്ദേഹം പുറത്തിറക്കി. കോവിഡുമായി ബന്ധപ്പെട്ട പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് 1.46% കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 94%. നിവാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ചെന്നൈയിലും പരിസര പ്രദേശത്തും ശക്തമായ മഴ. കേരളത്തിൽ ഇന്ന് 6,491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5,770 പേർക്ക് രോഗമുക്തി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റിയും ഗോവയും തമ്മിൽ പോരാട്ടം. വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @airnews_tvm എന്ന ട്വിറ്ററിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.